ഹലോ വേൾഡ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേ ഓഫ് ശില്പ. ഇപ്പോൾ ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് അവിടുന്ന് ഇവിടെ വരെയുള്ള ട്രാവലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഞാനൊരു ഹോം ടൂർ കാണിക്കാൻ പോവുകയാണ്. ആ ഹോം ടൂർ എൻ്റെ വീടല്ല, അതായത് ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിലെ ഹോം ടൂർ അല്ല നിങ്ങൾ കാണുന്നത്. ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയും പിന്നെ ഞാനും എൻ്റെ അമ്മയുടെ അമ്മയും, അതായത് എൻ്റെ അമ്മുമ്മ, അമ്മുമ്മയുടെയൊക്കെ കുഞ്ഞിലെ ചെറുപ്പത്തിൽ അവർ അത്ര വർഷം പഴക്കമുള്ള ഒരു ഇപ്പം അമ്മയുടെ കുടുംബ വീടെന്ന് വേണമെങ്കിൽ പറയാം. ആ വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഹോം ടൂറിൽ കാണിക്കാൻ പോണത്. അപ്പം ആ വീടെന്ന് പറയുമ്പം പണ്ടത്തേതല്ല, അപ്പോൾ ഒരുപാട് റെനോവേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറമേ കാണുമ്പോൾ അതൊരു കൊച്ചു വീടാണ്, പക്ഷേ അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. ഞങ്ങൾ തന്നെ അന്തം വിട്ട് പോയിട്ടുണ്ട്. കാര്യം പണ്ടൊക്കെ ഇത്രയും ഭയങ്കര സ്പേസ് ഉള്ളൊരു വീടൊക്കെ അന്നത്തേക്ക് ആൾക്കാർ വച്ചു എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ആ വീടും പരിസരവും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു ഹോം ടൂറിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്താണ്, ഇങ്ങനെ ഇടവഴി കൂടി ഇങ്ങനെ ഇറങ്ങി പോകണം. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പം വാ നമുക്ക് പോയി വീട് കണ്ടിട്ട് വരാം. No one can change me, living my life true to myself, proudly myself, this is who I am, no one can change me. അപ്പോൾ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന കേട്ടോ എൻ്റെ വീട്, കണ്ടാൽ നിങ്ങൾ ബാക്കിൽ കാണുന്നില്ല, അതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ പതുക്കെ കാണിക്കാം. ഹോം ടൂറും ഒക്കെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതങ്ങ് എടുക്കാം. അപ്പോൾ ഇതേ പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. രണ്ട് പേര് പോകുന്നത് കണ്ടോ? ഒന്ന് ബ്ലാക്കിക്ക് ഇങ്ങനെ വായി നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വായി നോക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആസിഫ് അലിയുടെ പുതിയ പടം ഇറങ്ങിയല്ലോ സർക്കിട്ട്, അതുപോലെ ഇങ്ങനെ സർക്കിട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട, പൊതുവേ ഞങ്ങൾ ഈ കയറ് ഇവിടെ രാവിലെ മാത്രമേ കൊണ്ട് നടക്കാറുള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ വീട് ഭയങ്കര ഓപ്പണാണ്, മതിൽ ഇതാക്കിയിട്ടില്ല, മീൻസ് മതിൽ കുറച്ചേ ഉള്ളൂ, ബാക്കി ഓപ്പണാണ്. അപ്പോൾ ഇവിടെ നിമിഷം വേണോ ഇതിൽ കൂടെ വേണോ ഇറങ്ങി ഓടിക്കളയും. അപ്പം രാവിലെ കയറ് കെട്ടി കൊണ്ട് നടക്കും, രാത്രിയൊക്കെ അഴിച്ചിടാറാണ് പതിവ്. രാത്രി പിന്നെ എങ്ങും പോകാറില്ല. അപ്പോൾ നമ്മൾ അമ്മുമ്മയുടെ വീട്ടിലെത്തി. അമ്മുമ്മ ഇപ്പോൾ അവിടെ സീരിയലൊക്കെ കണ്ടിരിക്കുന്ന സമയം കേട്ടോ. അമ്മുമ്മ മാത്രമേ ഉള്ളൂ. അപ്പൂപ്പനുണ്ടായിരുന്നു, അപ്പൂപ്പൻ മരിച്ചുപോയി. രണ്ട് അപ്പൂപ്പന്മാരുണ്ടായിരുന്നു. അതിൽ രണ്ട് അപ്പൂപ്പന്മാരെന്ന് പറയുമ്പോൾ ഒന്ന് അമ്മൂമ്മയുടെ ഹസ്ബൻഡും പിന്നെ അപ്പൂപ്പൻ്റെ അനിയനുമായിരുന്നു. രണ്ടുപേരും ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അപ്പൂപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൂപ്പൻ എന്താ ഭയങ്കര ഒരു രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിരുന്നു. പിന്നെ നല്ലൊരു കർഷകനായിരുന്നു. ഞാൻ പറഞ്ഞു, നല്ലൊരു കർഷകനാണ്, നല്ലൊരു രാഷ്ട്രീയ നേതാവൊക്കെ ആയിരുന്നു CPIയുടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരാളാണ്. ഗോപിനാഥ് കുറുപ്പ് എന്നാണ് പേര്. അപ്പോൾ ഞാൻ +2 പഠിക്കുമ്പോഴായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. പിന്നെ അതിനുശേഷം അപ്പൂപ്പൻ്റെ അനിയനായിരുന്നു. അപ്പൂപ്പൻ്റെ അനിയൻ ആക്ച്വലി താഴെ കടയുണ്ടായിരുന്നു. അപ്പൂപ്പൻ്റെ അനിയന് ഒരു കുഞ്ഞ്, ഇപ്പം പക്ഷെ കടയൊന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കായിരുന്നു. കട എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മയുടെ കൊച്ചിലെ ഈ ആൾക്കാർക്കൊക്കെ ഫുഡൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് കടയായിരുന്നു. പിന്നെ അപ്പൂപ്പന് വയ്യാണ്ടായപ്പോഴത്തേക്കും അത് പിന്നെ ഈ മിഠായി എന്ന് പറയുമ്പോൾ നല്ല നാരങ്ങ മിഠായി, കപ്പലണ്ടി മിഠായി, പണ്ടത്തെ മാംഗോ ബൈറ്റ്, ഇതൊക്കെ തേൻ മിഠായി, ഇതൊക്കെ ഞങ്ങളുടെ ജനറേഷനിലെ ആൾക്കാർക്കൊക്കെ അറിയാവും. ജീരക മിഠായി, ഇതൊക്കെ വിൽക്കുന്ന ഒരു കടയായിരുന്നു. ഇപ്പം കട ഫുള്ള് കംപ്ലീറ്റ് ഇതായിപ്പോയി, ഒന്നുമില്ല അവിടെ. പിന്നെ ഇപ്പം നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, ഇത് ബാക്കിൽ കാണുന്ന ഇത് എത്ര പേർക്ക് മനസ്സിലാവുമോ അറിയില്ല. ഇതിന് തേൻ ശേഖരിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് തേനീച്ചക്കൂടാണ്. അപ്പോൾ അപ്പൂപ്പൻ ഉണ്ടായിരുന്ന ടൈമിൽ ഇതിൽ തേനീച്ച വന്ന് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ ഇതിൽ നിന്ന് തേൻ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുമായിരുന്നു. ഇപ്പോഴും തേനീച്ചയുടെ വീട്, തേനീച്ച ഉണ്ട് എല്ലായിടത്തും. ഇത് കളിയിലെന്ന് പറയുമ്പോൾ അറിയാലോ, ഈ തൊഴുത്തൊക്കെ പോലെ പശുവിനെയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പശു ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇത് ഫുള്ള് ഗ്രില്ലൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി വെച്ചിരിക്കുക. താക്കോലില്ല കേട്ടോ, താക്കോലുണ്ടെങ്കിൽ തുറന്ന് കാണിക്കായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇവിടെയായിരുന്നു ഞങ്ങൾ മറ്റേ പണ്ട് കൊച്ചിലെ കഞ്ഞിയും കറിയൊക്കെ കളിച്ചോണ്ടിരുന്നത്. ഞങ്ങളുടെ വീടായിരുന്നു, കടയായിരുന്നു. പണ്ട് മറ്റുള്ള ചിരട്ടയായിരുന്നല്ലോ ത്രാസ്, അങ്ങനെ ത്രാസ് കെട്ടി കട നടത്തുമ്പോൾ ഇതായിരുന്നു കട. അയ്യോ, അങ്ങനെ പശുവിനെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്ന, എൻ്റെ കുഞ്ഞിലെ പശു ഉണ്ടായിരുന്നോ എന്ന് എനിക്ക്
ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, എനിക്കത് ഓർമ്മയില്ല. ബട്ട് ഞാൻ ഒന്നറിയാറേ വന്നപ്പോഴത്തേക്കും പശുവൊന്നുമില്ല. അപ്പോഴും പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ തടിയും ഇടയ്ക്കൊക്കെ ഇവിടെ ആയിരുന്നു തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ റബ്ബർ ഉള്ളതുകൊണ്ട് റബ്ബർ ഷീറ്റൊക്കെ ഉണക്കുന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു കോഴിക്കൂട് ഉണ്ടായിരുന്നു. കോഴി ഉണ്ടായിരുന്ന ടൈമിൽ ഇപ്പോൾ അതൊക്കെ പോയി, കോഴിയില്ലല്ലോ. പിന്നെ എന്തൊക്കെയോ മരങ്ങൾ കുറേ ഉണ്ടായിരുന്നു, എല്ലാം പോയെന്നാ തോന്നുന്നേ. ദിസ് ഈസ് സപ്പോട്ട. എനിക്ക് ഈ മരങ്ങളെ പറ്റിയൊന്നും പണ്ടും അറിവില്ല, ഇപ്പോഴും അറിവില്ല. ഇത് നാരങ്ങയാണ്, നാരകം. ഇത് നാരകമാണ്. ഇവിടെ ഒരു വേപ്പുണ്ടായിരുന്നു, നീം ട്രീ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇതും അല്ലായിരുന്നു, ഇതിൽ നിന്ന് വലിയ കുറേ ഇതാട്ടോ, ഇഷ്ടംപോലെ ഇതുണ്ടായിരുന്നു. എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ പിടിച്ചു കിടന്ന സമയത്ത് ഇതിൽ നിന്നായിരുന്നു. കമ്പടി തന്നെ. ഇത് മുളയാണ്, മുള. ഇതല്ലായിരുന്നു മുള, ഇതിൽ നിന്ന് വലിയ മുളയായിരുന്നു. പക്ഷെ ഒരു ദിവസം മഴയത്ത് ആ മുള വേരോടെ പുഴുത് വീണതിന് ശേഷം പിന്നെ അപ്പൂപ്പൻ അതിൻ്റെ കുറച്ച് കന്നെടുത്ത് നട്ടിട്ട് വെള്ളം ഒഴിച്ചെടുത്ത മുളയാണ്. ഇപ്പം ഇതിനകത്ത് കിളികളൊക്കെ കൂട് വയ്ക്കാറുണ്ടല്ലേ. മീനു ഒരുവിധം ആയ ടൈമിൽ മീനുവിൻ്റെ കടയായിരുന്നു ഇത്. മീന് പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന കട ഇവിടെയായിരുന്നു. ഇവിടെ കുറെ ത്രാസൊക്കെ കെട്ടി, ഇതിനകത്തൊക്കെ ഈ ചെമ്പരത്തിയിൽ ത്രാസൊക്കെ കെട്ടിയായിരുന്നു മീനുടെ കട നടത്തിക്കൊണ്ടിരുന്നത്. ഏത് വീഡിയോയിലും ബ്ലാക്കാണ് മുമ്പിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് വീട്ടിൻ്റെ സിറ്റൗട്ട്. ആ കയറി വരുന്ന ഹാള് കണ്ടല്ലോ, ഇത് ഹാളിൽ നിന്ന് കാണുന്ന സെക്കൻഡ് റൂമാണ്. ഫസ്റ്റ് റൂം അതാണ്, ഇതാണ് സെക്കൻഡ് റൂം. ഞങ്ങളുടെ വീട് വയ്ക്കുന്നതിന് മുൻപ് ഇതായിരുന്നു ഞങ്ങളുടെ റൂം. ഇവിടെ ഒരു ബെഡും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു ഞങ്ങൾ കിടന്നത്. ഇപ്പൊ ഒന്നുമില്ല. ഈ പായിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കസിൻസ് എല്ലാരും കൂടെ വരുമ്പോ കിടന്നോണ്ടിരുന്നത്. നീ ഞാൻ പറയുന്നത് കാണിക്ക്. ഡൈനിങ് ഹാൾ കണ്ട, എന്ത് വലിയ ഡൈനിങ് ഹാളാന്നൊക്കെ. ആ ഡൈനിങ് ഹാളിൽ നിന്ന് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു ബിഗ് എന്താ പറയാ, ഒരു വരാന്ത എന്ന് വേണമെങ്കിൽ പറയാം. ലൈറ്റ് ഒന്നും കത്തില്ല, ഡോർ തുറക്കാം. ഈ ഡോറ് തുറന്നാൽ അയ്യോ ബാക്കിലോട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ. കണ്ടോ, ഫ്രണ്ട് ഡോറിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ബാക്കിലോട്ടൊരു എക്സിറ്റ് ഉണ്ട്. നമ്മൾ ഈ നല്ല ഈ സമ്മറും ഒക്കെ വരുന്ന ടൈമിൽ തണലാണ്. ഇവിടെ ഫുള്ള് വൃക്ഷങ്ങളായതുകൊണ്ട് തണലായിരിക്കും. ഇറങ്ങിയിരിക്കാം, കാറ്റ് കൊള്ളാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നല്ലൊരു ഇതാണ്. ഇവിടെ ഇങ്ങനെ കുറേ തെരപ്പരൊക്കെ കുറേ കയറി ഇറങ്ങിയ വഴികളാണിത്. ഇത് ഇപ്പം നിങ്ങൾ കണ്ടൊരു ബാക്കിലോട്ട് എക്സിറ്റ് ഇല്ല, ആ എക്സിറ്റിനോട് ചേർന്നുള്ളൊരു റൂമാണിത്. ഈ റൂം ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. മാമനും മാമിയും വരുമ്പോൾ ഈ റൂമാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവരുടെ റൂമാണ്. അപ്പോൾ അവർ ട്രിവാൻഡ്രത്താണ്, അപ്പോൾ അവർ വരുമ്പോൾ ഈ റൂമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പണ്ടത്തെ തട്ടുമ്പുറമായിരുന്നു, അത് തട്ടുമ്പുറ ഇളക്കാതെ അവിടെ തേച്ച് വൃത്തിയാക്കി എടുത്ത്. അങ്ങനെ വണ്ടയിൽ ഒരു ഏണി ഉണ്ടായിരുന്നെങ്കിൽ കയറി. ഇതാണ് നെക്സ്റ്റ് റൂം. ഇതാണ് അമ്മൂമ്മയുടെ റൂം. അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ റൂം ഇതായിരുന്നു. അമ്മൂമ്മ അപ്പൂപ്പൻ ഇവിടെ കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അമ്മൂമ്മ മാത്രമേ ഉള്ളൂ. ഈ റൂമിനോട് ചേർന്നൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കി എന്ത് വലുതാ നോക്കി. ഓരോ റൂമും ഹാളായാലും ഡൈനിങ് ടേബിൾ ആയാലും ഇനി കിച്ചണും അതുപോലെ തന്നെ ഭയങ്കര വലുതാണ്. അത്ര ഇതിലാണ്. അന്നത്തെയൊക്കെ ഇത്രയും വർഷമായിട്ടും ഈ വീടിനൊന്നും
ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നാണ് അതിൻ്റെ ഒരു. നമ്മുടെയൊക്കെ വീടാണെങ്കിൽ ഇപ്പോഴത്തേക്ക് വീടുകളുടെ കാര്യം പറയണ്ടല്ലോ. അത് മാത്രമല്ല ഈ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക തണുപ്പും കൂടാ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കിച്ചണിലാണ്. കിച്ചൺ ഒന്ന് താഴെ ഞാൻ കാണിച്ചത്, സ്റ്റെപ്പ് കയറി കണ്ടേ, സ്റ്റെപ്പ് ഇറങ്ങി താഴെ വേണം കിച്ചണിൽ വരാൻ. ഇതാണ് കിച്ചൺ. ഇതൊക്കെ ഇവിടെ ഗ്ലാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇതൊക്കെ പിന്നെ വെച്ചത്. അതായത് ഒരു 3 years മുമ്പ് വെച്ചതാണ് ഈ കിച്ചണൊക്കെ. ബാക്കിയൊക്കെ സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. പണ്ടത്തെ കിച്ചണും ഇങ്ങനെ ആയിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അരകല്ലൊക്കെ ഉണ്ട്. അരയ്ക്കാനുള്ള അരകല്ലൊക്കെ ഇപ്പം എത്ര വീടുകളിലുണ്ടെന്ന് അറിയില്ലല്ലോ. പിന്നെ ഭരണി ഉണ്ടാ, ഭരണി. ഈ ഭരണിയിൽ ഇതിനകത്ത് ഇപ്പം അമ്മ ഉപ്പിട്ട വയ്ക്കുന്ന, ഉപ്പ് കലക്കി വെള്ളം വെച്ചിരിക്കും ഭരണിയിൽ. പിന്നെ ഇതിൻ്റെ വലിയ വലിയ ഭരണികളുണ്ട്. എനിക്കിപ്പോൾ തപ്പിയെടുക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ കുറേ. പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതാണ്, ദിസ് ഈസ് വർക്ക് ഏരിയ. വർക്ക് ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ അവിടേക്ക് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ എല്ലാവർക്കും കൂടെ ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒക്കെ ഇവിടെ ഇരുന്നൊക്കെ സംസാരിക്കാനാണെങ്കിലും കുക്ക് ചെയ്യുന്നതിൻ്റെ സാധനങ്ങൾ കറിക്ക് അരിയാനൊക്കെ ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ടേബിൾ ഇവിടെ ഇരുന്ന് അരിയാൻ പറ്റും. ഫുഡ് കഴിക്കാൻ നല്ലതാണ്. അകത്ത് ചൂടാണ്, കറണ്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് വിശാലമായി കാറ്റൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാം. ഈ കാണുന്ന വലിയ മരം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് അടയ്ക്കാമരം. പാക്കൊക്കെ നിൽക്കുന്ന അടയ്ക്കാമരം. നമുക്ക് മുളക് ഇല്ലേ, കുരുമുളകിൻ്റെ കൃഷിയുണ്ട്. കുരുമുളക് ഒരു സീസൺ ടൈം ആകുമ്പോൾ ആൾക്കാർ വരും, വില പറയും. അപ്പോഴത്തേക്ക് ഇതിൽ പിടിക്കും. അവർ കുരുമുളക് പറിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. എടുത്ത് ഉണക്കി പൊടിക്കുക ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ ഓരോ മരത്തിലും ഉണ്ട് കുരുമുളക് പൊടി. അങ്ങനെ കുറേ ജാമ്പയ്ക്ക നിൽപ്പുണ്ട്. ജാമ്പയ്ക്കൊന്നും ഇപ്പോൾ ചാമ്പ പിടിച്ച് നിൽക്കൂലെന്ന് തോന്നുന്നു. വവ്വാലിൻ്റെ ശല്യം ഉള്ളത് കൊണ്ട് ഓടിട്ടത് കാണുന്നില്ല. അതാണ് കട. ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. ആ കടയ്ക്കകത്തൊരു മുറി ഉണ്ടായിരുന്നു. സോ അപ്പൂപ്പൻ അവിടെ തന്നെ ആയിരുന്നു. അപ്പൂപ്പൻ ഒരു അനിയൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ആള് അവിടെ തന്നെ ആയിരുന്നു. ആ കടയ്ക്കകത്ത് തന്നെ ആയിരുന്നു ആളും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആട്ടോ മരിച്ചേ. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കട ഫുള്ള് പൊളിഞ്ഞൊക്കെ പോയി ഗൈസ്. നിൽക്കുന്ന അടുത്ത സാധനം. ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഒരേ ഒരു അനിയത്തി. ഇപ്പോൾ +1 എക്സാം എഴുതിയിട്ട് നിൽക്കുന്നത്. ഉടനെ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. ഞാൻ ഇവിടെ യൂട്യൂബ് ചാനൽ എടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര പരാതിയായിരുന്നു. അവളെ പറ്റി പറയുന്നില്ല, അവളുടെ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല എന്നൊക്കെ. കാണിക്കാനായിട്ട് വിളിച്ച ആൾക്ക് ഭയങ്കര ഷൈ ആട്ടോ. രണ്ട് സൈഡുകളും ചെടികളാണ്. തീർന്ന ചെടികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഓരോ ടൈം ആകുമ്പോഴത്തേക്കും ചിലതൊക്കെ പനലായി പോകുമ്പോൾ വെട്ടിമാറ്റി ചെയ്തുകൊണ്ടെന്ന് ചെയ്യുന്നത്. അതിൽ വെട്ടിമാറ്റാത്ത ചെടികളാണ് ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്നത്. എന്താ വെച്ചാൽ അത്രയും വർഷം പഴക്കമുള്ള ചെടിയാണ്. ഇത്രയും വർഷം പഴക്കമുള്ള ചെടി. ഇതൊക്കെ എത്ര വർഷമായെന്നറിയോ? ഈ ഇലച്ചെടികളൊക്കെ എത്രയോ വർഷമായി. ഈ ചൂടൊക്കെ ഉള്ള ടൈമിൽ, അതായത് ഇപ്പോഴത്തെ സമ്മർ ടൈമിൽ ഇവിടെ വന്നിരുന്ന് കാറ്റ് ഇങ്ങനെ ഇരിക്കാം എന്ന് വെച്ചാൽ നല്ല കാറ്റ് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഇതാണ്. തണലായി എപ്പോഴും ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും തണലായിരിക്കും. അങ്ങനെ കുറേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വിശാലമായൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഇവിടെ കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ കിടന്നൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ, നിശാഗന്ധി. നിശാഗന്ധി പൂ പൂക്കുന്ന നിശാഗന്ധി പൂ പൂക്കുന്ന ചെടി. നിശാഗന്ധി രാത്രിയാ പൂക്കുന്നത്. ഒരു സീസൺ ടൈമിൽ പൂക്കും. അപ്പം നല്ല സ്മെല്ലടിക്കും. അപ്പൊ ഈ പരിസരം മൊത്തം നല്ല സ്മെല്ലടിക്കും. മനസ്സിലാവും നിശാഗന്ധി പൂത്തുന്ന്. കണ്ട ഹനുമാന്റെ വാല് കണക്ക്. ഇത് മുല്ലപ്പൂവാണേ. ആ മുല്ലപ്പൂ പിടിക്കുന്ന സീസൺ ആകുമ്പോൾ ഇതിൽ നിന്നായിരുന്നു മുല്ലപ്പൂ പിടിച്ച് തലയിലൊക്കെ വെച്ചിങ്ങനെ കൊട്ടക്കണങ്ങനെ വെച്ചോണ്ട് നടക്കും. കല്യാണത്തിനും ആ വെക്കേഷൻ സമയത്തൊക്കെ ഇങ്ങനെ പൊത്തി വെച്ചോണ്ട് പോകും.
അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെനിക്ക് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. എന്താ പറയുക, അത്രയും ഇതുള്ളത് കൊണ്ട്. കാര്യം എൻ്റെ കുട്ടിക്കാലവും അമ്മയുടെ കുട്ടിക്കാലവും അമ്മൂമ്മയുടെയൊക്കെ അത്രയും ആ ഒരു ചെറുപ്പത്തിലുള്ളൊരു വീടാണ്. കാലക്രമേണ ഇതിങ്ങനെ മാറ്റി എടുത്തതാണ്. പണ്ട് ഇതിൻ്റെ വഴി എന്ന് വെച്ചാൽ അമ്മയുടെ കല്യാണത്തിന് മുമ്പൊന്നും വഴി ഇതല്ലായിരുന്നു, വേറെ വഴിയായിരുന്നു. ഫോട്ടോ ആൽബത്തിൽ എവിടെയോ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ എൻ്റെ സൈഡിലൊന്ന് നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചേക്കാം. നിങ്ങൾ കണ്ടു നോക്ക്. ഒരു മാറ്റവും ഇല്ല, അന്നത്തെ വീട് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തി പെയിൻ്റൊക്കെ അടിച്ചൊന്നും എടുത്തതേ ഉള്ളൂ. വീട് സ്റ്റിൽ ഇപ്പോഴും അത്രയും ഒരു പഴക്കമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പുതിയ വീട് വെച്ചത് ഞാൻ 10th പഠിക്കുന്ന ടൈമല്ല, 10th വെക്കേഷനിലാണ്. അപ്പോൾ അതുവരെയും ഞാനും ഇപ്പോൾ മീനു ആണെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു ഫുൾ. അപ്പോൾ കുടുംബ വീടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര അമ്മയുടെ കുടുംബ വീടെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബ വീടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളതാണല്ലോ. നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയൊക്കെ വരുത്തുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നല്ല നൊസ്റ്റാൾജി തന്നൊരു വീടാണ് എനിക്ക്. സോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളും താമസിക്കുന്നത്. വെൽ, ഐ തിങ്ക് ഇത്രേ ഉള്ളൂ തോന്നുന്നു. വേറൊന്നും ഞാൻ വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ അനുമാനിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വ്ലോഗും വളരെ ഇത്തിരിയേ ഉള്ളൂ. ബാക്കി ഇനി കുറേ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ വീഡിയോസിലും മറ്റും ഒക്കെ ആയിട്ട് നിങ്ങളറിയും. കുറേ വിശേഷങ്ങൾ, കുറേ സർപ്രൈസൊക്കെ ഉണ്ട്. എല്ലാം ഞാനത് വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു അടിപൊളി ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.